നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം നിർത്തിവെച്ചു. ടൗണിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾക്കായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായായിരുന്നു പട്ടാമ്പി ടൗണിൽ ഗതാഗതം നിയന്ത്രിച്ചുള്ള നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. വെള്ളിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ വരെയായിരുന്നു പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി റബ്ബറൈസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കിയത്. പ്രവൃത്തികൾ പൂർത്തിയാക്കി പാത ഞായറാഴ്ച രാവിലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ടൗണിലെ ഗതാഗത നിയന്ത്രണം വാഹനയാത്രക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ ഗതാഗതത്തിന് പാത തുറന്നു കൊടുത്തിരിക്കുന്നത്. ഈ മാസത്തോടെ തന്നെ പാതയുടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി നഗരസഭയിൽ കുടിവെള്ളക്ഷാമ പരിഹാരം ലക്ഷ്യമിട്ടുള്ള അമൃത് 2 പദ്ധതി പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. പട്ടാമ്പി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിവിധ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതികൾ നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി വിലയിരുത്തി. 9 കോടിയുടെ പ്രവൃത്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നത്. 15.5 കോടി രൂപയാണ് അമൃത് 2 പദ്ധതിക്കായി ചിലവഴിക്കുന്നത്. നിലവിലുള്ള പ്ലാന്റിന്റെ നവീകരണം, പൈപ്പ് ലൈൻ വിപുലീകരണം എന്നിവയാണ് 9 കോടി രൂപ ചിലവിൽ നിർമ്മാണം നടത്തുന്നത്. 2.5 ലക്ഷം കോടി രൂപ ചിലവിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കിന്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റും പൂർത്തിയായിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കീഴായൂരിലെ പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 60 സെന്റ് സ്ഥലം വാട്ടർ അതോറിറ്റിക്ക് കൈമാറാൻ നഗരസഭ തീരുമാനിച്ചു. ഇതിനായി 6.5 കോടി രൂപ കൂടി അനുവദിക്കുന്നതോടെ പദ്ധതിയുടെ ആകെത്തുക 15.5 കോടി രൂപയാകും. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങളിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി സൂചിപ്പിച്ചു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പരിധിയിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര, കറുകപുത്തൂർ കൂട്ടുപാത യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എവിടെയാണ് തൊഴിലെടുക്കുന്നത് എന്നതൊന്ന് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന രണ്ടാമത്തെ തൊഴിൽ മേഖല അത് വ്യാപാര മേഖലയാണ്. ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ കൊച്ചു കൊച്ചു വ്യാപാരികൾ ഇന്ത്യ രാജ്യത്തെ ഏകദേശം 4 കോടിയിലധികം വരുന്ന ചെറുകിട വ്യാപാരികൾ, കേരള സംസ്ഥാനത്തെടുത്താൽ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ, ആ വ്യാപാരികളും ഞങ്ങളോടൊപ്പം തൊഴിലെടുക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ആ എണ്ണം വളരെ വലുതാണ്. ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുകയും അവരുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ആധാരമായിട്ടുള്ള വരുമാനം ഈ നാട് ദുരിതവും പ്രയാസവും അനുഭവിച്ച എല്ലാ ഘട്ടങ്ങളിലും ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തിനു വേണ്ട നന്മകൾ ചെയ്യാൻ എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരെന്നും പാവപ്പെട്ടവന്റെ കണ്ണീര് തുടയ്ക്കുന്നതിൽ എന്നും വ്യാപാരികൾ മുന്നിൽ നിൽക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ വരുന്ന 5 വർഷ കാലയളവിൽ ഭരണകൂടമേറ്റെടുക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലും വ്യാപാരികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കറുകപ്പുത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തു നിന്നും ഘോഷയാത്ര ആരംഭിച്ചു. തുടർന്ന് കറുകപ്പുത്തൂർ ടൗൺ ചുറ്റി സ്വീകരണ നഗരിയിൽ സമാപിച്ചു. കറുകപ്പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് CG ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കറുകപ്പുത്തൂർ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ KVVES തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KR ബാലൻ, ഷമീർ വൈക്കത്ത്, AK അബൂബക്കർ തുടങ്ങി മറ്റു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ ജനപ്രതിനിധികളെ ഉപഹാരം നൽകി ആദരിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ്, വൈസ് പ്രസിഡന്റ് KK ഷർമിള, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രവിപ്രകാശ്, KK അബ്ദുറഹ്മാൻ, മറ്റു ജനപ്രതിനിധികളായ ER റെനിൻ, KP ജിഷ, PA കാസിം, സുമയ്യ അബ്ബാസ്, PU വിനോദ്, TK സുരേന്ദ്രൻ, M മഞ്ജുള, വ്യാപാരി നേതാക്കളായ P കോയക്കുട്ടി, M സയ്യിദ്, KM ഉമർ, അഷ്റഫ് ദേശമംഗലം, സക്കരിയ ഹാജി, K അജിത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം, വ്യത്യസ്തമായിട്ടുള്ള
വൈവിധ്യങ്ങളുടെ കലവറ നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. വസ്ത്രം ധരിക്കുന്നവർ, ഭക്ഷണം കഴിക്കുന്നവർ, ഇഷ്ടമുള്ള നിറത്തിലുള്ളവർ, വ്യത്യസ്തമായിട്ടുള്ള ആചാരത്തിലുള്ളവർ, അങ്ങനെയാണ് എണ്ണിയാലും പറഞ്ഞാലും ചൊല്ലിയാലും തീരാത്ത അനവധി നിരവധി വൈവിധ്യങ്ങളുടെ ഒരു കലവറ നിറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, ഇന്ന് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങളെ പരാതിപ്പെട്ടി ഇന്ന് ഇവിടെ തുറക്കപ്പെടില്ല, അതുപോലെ തന്നെ നിങ്ങളെ സഹായപ്പെട്ടിയും ഇന്നിവിടെ തുറക്കരുത്. കൊടിഞ്ഞാറങ്ങാടി ഇതുമാതിരി രാവിലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പരാതിപ്പെട്ടി ഇവിടെ തുറക്കില്ല. പക്ഷേ തിരിച്ചു മറുപടി പ്രസംഗത്തിൽ അവര് ഒരു സ്കൂളിൽ ആ സഹായം ചെയ്യണം. കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ഗുണമേന്മയുള്ള സേവനം ഉറപ്പു നൽകിക്കൊണ്ട് E1 കേബിൾ ടി വി ക്ലസ്റ്റർ ഓഫീസിന്റെ ഉദ്ഘാടനം വട്ടംകുളത്ത് നടന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. E1 മാനേജിംഗ് പാർട്ണർ മാധവൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ E1 മാനേജിംഗ് പാർട്ണർ KS വിനോദ് വിഷൻ കൺസെപ്റ്റ് അവതരിപ്പിച്ചു. എടപ്പാൾ, വട്ടംകുളം, ആനക്കര, കപ്പൂർ പഞ്ചായത്തുകളിലായി കഴിഞ്ഞ 30 വർഷത്തോളമായി സേവനം നൽകി വരുന്ന 15 കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്ററാണ് E1. ന്യൂസ് മലയാളം 24/7 ചാനൽ MD അബൂബക്കർ സിദ്ദീഖ് കൺട്രോൾ റൂമിന്റെയും COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്ര കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ സോമശേഖരനെ രാജ്മോഹൻ മാമ്രയും രവീന്ദ്രനെ അബൂബക്കർ സിദ്ദീഖും ആദരിച്ചു. പ്രിവിലേജ് കാർഡ് പ്രകാശനം COA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ നിർവഹിച്ചു. യൂണിഫോം പ്രകാശനം COA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നസീമ നാസർ, അംബിക, ഷാജിമോൾ, സിന്ധു KP എന്നിവർ മുഖ്യാതിഥികളായി. പരിപാടിയിൽ MA നജീബ്, സുനിത, MA നവാബ്, ഭാസ്കരൻ, E പ്രകാശൻ, സുനിൽകുമാർ, ജിഷാദ്, ബിജുകുമാർ, ഫസൽ റഹ്മാൻ, സുരേഷ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ, വ്യവസായ, മാധ്യമ മേഖലയിലെ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ചർക്കയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ 25 ഇലക്ട്രിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചർക്കയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ വെച്ച് 25 വൈദ്യുത ചക്ര കസേരകളുടെയും 25 സാധാ ചക്ര കസേരകളുടെയും വിതരണം നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ചർക്കയിൽ നിന്നുണ്ടാകുന്നതെന്നും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സംഘടനയ്ക്ക് സാധിക്കുന്നത് ചെറിയ കാര്യമല്ലെന്നും VT ബൽറാം സൂചിപ്പിച്ചു. ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങളുമായി കരുതലോടെ മുന്നോട്ടു പോകുന്നതാണ് ചർക്കയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്നും VT ബൽറാം ഓർമ്മപ്പെടുത്തി. ചർക്ക സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് പങ്കുവെക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരിക്കലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല റിയാസ് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. കാരണം പട്ടാമ്പിക്കാർക്ക് മാത്രമല്ല ചർക്കയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സ്നേഹ സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഈ ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങുന്നതിൽ എന്റെ നാട്ടിൽ നിന്നുള്ള ആളുകൾ അടക്കമുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ പല പരിപാടികളിലും ചർക്ക നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാൻ പങ്കാളിയായിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ടും അതിൽ ഭാഗമാക്കാൻ വേണ്ടിയിട്ടും. ചൂരൽമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ ഓടിയെത്താനും സ്നേഹസാന്ത്വന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ചർക്കയുടെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. ഏതാണ്ട് 1000-1400 ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയായി ഇത് മാറിയിട്ടുണ്ട് എങ്കിൽ അത് സമർപ്പിത മനസ്സിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്, നിസ്വാർത്ഥമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടുണ്ടായതാണ്, സംശുദ്ധമായ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. വ്യാസത്തോളിക്കും സഹപ്രവർത്തകർക്കും ഒരു വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA CP മുഹമ്മദ് വീൽചെയർ സമർപ്പണം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, MA സമദ്, കമ്മുക്കുട്ടി എടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് P രാമദാസ്, AP രാമദാസ്, M രാധാകൃഷ്ണൻ, KP വാപ്പുട്ടി, M മുസ്തഫ, KR നാരായണസ്വാമി, നീലടി സുധാകരൻ, ബിന്ദു സന്തോഷ്, KP മണി, ഇസ്മയിൽ വിളയൂർ, PP ഇന്ദിര, ബേബി സാബു, ജിതേഷ് മൊഴിക്കുന്നം, ജയശങ്കർ കൊട്ടാരത്തിൽ, അലി കുഞ്ഞുകൊപ്പൻ, KP കമാൽ, രമേശൻ കാങ്കണത്ത്, EK ബാബു, UA റഷീദ് അക്സരി, അൻവർ ചന്തപുരയിൽ, ഗിരീഷ് പട്ടാമ്പി, M സൈനുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആനക്കര പോട്ടൂർക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരം പത്തുത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യം, ആന എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, പൂതൻ, തിറകളി,
മുല്ലപ്പന്തലിൽ വേല, വിവിധ ദേശക്കാരുടെ വരവുകൾ എന്നിവ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം ചൈനീസ് വെടിക്കെട്ട്, കൊടലിൽ കൃഷ്ണകുമാറിന്റെ തായമ്പക, ഗാനമേള, എഴുന്നള്ളിപ്പ്, മേളം, കനലാട്ടം എന്നിവയോടെ സമാപനമായി. കൊപ്പം ആമയൂർ ചെറുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന പ്രതിഷ്ഠാ ദിനാഘോഷം സമാപിച്ചു. ആമയൂർ ചെറുമുക്ക് മഹാവിഷ്ണു കൂർമാവതാര ക്ഷേത്രത്തിൽ 4 ദിവസമായി നടത്തിവന്നിരുന്ന പ്രതിഷ്ഠാദിന മഹോത്സവങ്ങൾക്കാണ് സമാപനമായത്. തന്ത്രി സന്യാസി വിശ്വനാരായണ സരസ്വതി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസത്തോടനുബന്ധിച്ച് വിശേഷ പൂജകൾ, വൈകുന്നേരം വാദ്യഘോഷങ്ങളോടുകൂടിയ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളും പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.